ഈ ഹദീസിൽ വന്ന രണ്ട് പദപ്രയോഗം, ഒന്ന് ഹാജരായ അടിമകളുണ്ട് ഭൂമിയിൽ, മറ്റൊന്ന് നാം കാണാത്ത അടിമയുണ്ട് ഭൂമിയിൽ. അപ്പോൾ സമസ്തക്കാരന്റെ ബുദ്ധി വർക്ക് ചെയ്തു. ഓൻ പറഞ്ഞു കാണാത്ത അടിമ, ഹാജരായ അടിമ. അപ്പൊ ഹാജരായാലും കാണാത്തത് ആരാ? അത് സാധാരണ മനുഷ്യന്മാരല്ല എന്ന് ഉറപ്പാണ്. സാധാരണ മനുഷ്യൻ ഹാജരായ നമ്മൾ കാണും. ഇത് ഹാജരാണ്, പക്ഷെ നമ്മൾ കാണൂല. അപ്പോൾ അത് അമ്പ്യൗലിയാക്കന്മാർ ആത്മാക്കളാണ് എന്നാ പോലെ കണ്ടുപിടുത്തം. കുതുബുസ്സമാനും കുതുബുൽ അഖ്താബും ഗൗസും നുഖബാവും അബ്ദാലും ഒക്കെയായി അവര് പരിചയപ്പെട്ട കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ കുതുബുസ്സമാനും കാണുന്നുണ്ട് കേട്ടോ. കുതുബുസ്സമാൻ ചേളാരി വരുന്ന മനുഷ്യന്മാരെ കാണുന്നുണ്ട്. അതിന് എന്താ സംഗതി നമുക്കറിയില്ല. സാധാരണ കുത്തുബ് എന്നാ വരുന്നത് കാണൂലാന്നാ. അച്ചുതണ്ട്, അതാ കുത്തുബ്, അച്ചുതണ്ട്. ആ അച്ചുതണ്ടിനെ കേന്ദ്രീകരിച്ച ലോകം മൊത്തം കറങ്ങുക. കഴിഞ്ഞ നൂറ്റാണ്ടിലെ കുത്തുബ് എന്നാണ് നമ്മുടെ തങ്ങളെ പറ്റി ഖുറാഫികൾ വിശ്വസിക്കുന്നത്. കുത്തുബുസ്സമാൻ കാലഘട്ടത്തിന്റെ അച്ചുതണ്ട്. ഒരു നൂറ്റാണ്ടിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ആ മർത്തബയിൽ. അതാ ഓല വിശ്വാസം. അതാണ് മമ്പുറന്തങ്ങള്. അന്ന് ലോകം കംപ്ലീറ്റ് കൺട്രോളിന്റെ ഉത്തരവാദിത്തം മൂപ്പർക്കാം. മഴ പെയ്യിപ്പിക്കണം, കൃഷികൾ നോക്കണം, വിളവ് സംരക്ഷിക്കണം. അതേപോലെ എല്ലാ കാര്യം ആകാശഭൂമികളുടെ മൊത്തം ഉത്തരവാദിത്തം കുത്തുബിനാണ്. അതാണ് ഓല വിശ്വാസം. അതുകൊണ്ടാണ് മഴ കഴിഞ്ഞാല് മമ്പുറത്തുനിന്ന് കൊണ്ടുകൊണ്ടുപോകുന്നത്. പുത്തമ്പള്ളിന്ന് കൊണ്ടുകൊണ്ടല്ലോ. പുത്തമ്പള്ളിയിൽ നിന്ന് വേർപാടിൽ നിന്ന് കൊടിയുമായി പോകലില്ല. കാരണം കുത്തുബുസ്സമാൻ ഇവിടെയാണ്. കുത്തുബിന്റെ ഉത്തരവാദിത്തം മഴ പെയ്ക്കല്. അപ്പൊ അവിടുന്ന് കൊടിയുമായി പോകുക എന്നാ മഴ പെയ്യുമെന്ന് ഓല് വിശ്വസിക്കുന്നു. അതേപോലെ പല ആവശ്യങ്ങൾക്കും അവിടെ ചെല്ലുന്നു. അതാണ് കുത്തുബുസ്സമാൻ. ഈ നൂറ്റാണ്ടിൽ കുത്തുബുസ്സമാൻ ആരാ? അല്ലാഹു അഅലം. ഓൽക്കനെ ഉറപ്പില്ല. റഹ്മത്തുള്ളാഹി ഖാസിമി പണ്ട് പറഞ്ഞു CM വലിയുള്ളതാണ്. ഇപ്പൊ മൂപ്പരനെ സ്വയം കുത്തുബാകാനുള്ള പണിയിൽ എപ്പുള്ളത്. ത്വരീഖത്തിൽ ചാടി മൂപ്പരും തന്നെ. മൂപ്പർക്ക് തോന്നി CM കുത്തുബാകാൻ പറ്റുമെങ്കിൽ എനിക്കെന്തോ ആയിക്കൂടെ എന്ന് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോ. ഈ ആലുവ ത്വരീഖത്തുകാര് പറഞ്ഞു ഞങ്ങളെ ശൈഖാണ് ഈ നൂറ്റാണ്ടിലെ കുത്തുബ്. ഇനിയിപ്പോ മറ്റേ മുടിയ മുസ്ലിയാരെ അനുയായികൾ പറയും ഞങ്ങളെ ഉസ്താദിനെ, കാരണം മുടി വരെ കിട്ടിയത് മൂപ്പർക്കല്ലേ എന്ന് കുറച്ച് കഴിഞ്ഞാൽ പറയും. ആവട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കുത്തുബുകളും വൗസുകളും അബ്ദാലുകളും ഒക്കെയായി അവര് പരിചയപ്പെടുത്തിയ ആളുകൾ ഇവരാണ് ഇപ്പറഞ്ഞ ഈ അടിമകൾ എന്നാണ് ഇവർ വ്യാഖ്യാനിച്ചത്. അപ്പോൾ മരുഭൂമിയിൽ വെച്ച് അള്ളാന്റെ അടിമകളെ എന്റെ മൃഗത്തെ പിടിച്ചു വെക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ കുത്തുബ് വരും, അല്ലെങ്കിൽ ഗൗസ് വരും, അല്ലെങ്കിൽ നുഖബാ വരും, അല്ലെങ്കിൽ നുജബാ വരും, അല്ലെങ്കിൽ അബ്ദാല് വരും. അവരെ പിടിച്ചു വെക്കും. ആ വിളി കാര്യകാലത്തിന് അപ്പുറമാണല്ലോ, അഭൗതികമാണല്ലോ. എന്നിട്ടും അത് നബി നമ്മളെ പഠിപ്പിച്ചല്ലോ എന്നാണ് ഓല കണ്ടുപിടുത്തം. അപ്പൊ നബി പഠിപ്പിച്ചു എന്നതാണ് തെളിവെങ്കിൽ നമുക്ക് എന്ത് പറയാം? നബി പഠിപ്പിച്ചിട്ടില്ല, ദഈഫാണ്, സ്വഹീഹല്ല. അത് പറയുന്നതോട് കൂടി ആ ഭാഗം അടഞ്ഞു. രണ്ട് നിലക്കാവും തെളിവാക്കണത്. ഒന്ന്, ഈ അഭൗതിക വിളി റസൂൽ നമ്മളെ പഠിപ്പിച്ചല്ലോ, അതില്ല, ദഈഫാണ്. അപ്പൊ അത് കഴിഞ്ഞു. രണ്ടാമത് ഒരിക്കലും എന്താണ്? ശരി, നബി പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ സമ്മതിച്ചു, ദഈഫാണെന്ന് വെക്കുക, വേണ്ട നിർമ്മിതമാണ്, മൗദൂആണ് വെക്കുക. എന്നാലും ശരി, ഇബ്നു അബ്ബാസ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് നിങ്ങളും സമ്മതിക്കുന്നു, ഞങ്ങളും സമ്മതിക്കുന്നു. അതെ, ഇബ്നു അബ്ബാസിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ടുണ്ട്. സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ്. നബി തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രമുഖൻ എന്ന് മാത്രമല്ല ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, ഹിബ്റുൽ ഉമ്മ, ബഹറുൽ ഉമ്മ എന്നറിയപ്പെട്ട ആളാണ് ഇബ്നു അബ്ബാസ്. ഈ ഉമ്മത്തിലെ വിജ്ഞാന സാഗരം. നബി തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, റബ്ബേ ഈ കുട്ടിക്ക് ഖുർആന്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കണേ, അഗാധ ജ്ഞാനം നീ നൽകണേ. അമാനി പരിഭാഷകൾ വായിച്ചു നോക്കി, ഒരു 500 സ്ഥലത്തെങ്കിലും ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആയത്തിന്റെ വ്യാഖ്യാനം കൊടുത്തത് കാണും. ആ ഇബ്നു അബ്ബാസ് ഈ വാചകം നമ്മോട് പറയാൻ വേണ്ടി പറഞ്ഞു വന്നത് സ്വീകാര്യോഗ്യമായ പരമ്പരയിൽ വന്നു. നബി തങ്ങൾ പറഞ്ഞു എന്നല്ല, ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സുന്നിയാളെ കണക്ക് എന്തായി? ശരി, നബി പറഞ്ഞിട്ട് നമ്മൾ സമ്മതിച്ചു, പക്ഷെ നിങ്ങളല്ലേ പറഞ്ഞു അഭൗതിക വിളി ശിർക്കാണെന്ന്. എന്നാൽ ആ അഭൗതിക വിളിയിലാ ഇബ്നു അബ്ബാസ് പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇബ്നു അബ്ബാസും ശിർക്ക് ചെയ്തോ? രണ്ട് മറുപടി പറയാം നമുക്ക്. ഒന്നുകിൽ ഇബ്നു അബ്ബാസ് ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ സുന്നിയാക്ക് എന്തായി? ശരി, അപ്പൊ ഞങ്ങൾക്ക് ഏതായാലും ഇബ്നു അബ്ബാസിന്റെ പിൻബലുണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. ഞങ്ങൾ ചെയ്യുന്ന അഭൗതിക വിളിക്ക് ഇബ്നു അബ്ബാസിന്റെ അധ്യാപനത്തിന് പിൻബലമുണ്ട്, ഞങ്ങൾക്ക് അത് മതി, നീ KNM പിൻബലം ആവശ്യമില്ല എന്ന് ഒരിക്കൽ പറയാം.
ഇബ്നു അബ്ബാസ് ചെയ്യാൻ പറയാ KNM സർക്കുലർ അയക്കാൻ പാടില്ല എന്ന്. അപ്പൊ KNM സർക്കുലർ ഒരു വില ഞങ്ങൾ കൽപ്പിക്കണില്ല എന്ന് ഓർക്ക് പറയാം. അതേപോലെ ഉദ്ധരിച്ചത് മറ്റൊന്ന് ഇമാം തുബ്രാനിയാണ്. ആ ഇമാം തുബ്രാനി പറഞ്ഞു വഖദ് ജുർരിബ ദാലിക്, ഇത് പരീക്ഷിക്കപ്പെട്ട കാര്യമാകുന്നു. അപ്പൊ സമസ്തക്കാർക്ക് എന്തായി? ഇത് അഭൗതിക വിളിയാണെങ്കിൽ ആ അഭൗതിക വിളി തുബ്രാനിയും അംഗീകരിച്ചു എന്ന് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു സുബുക്കിയാണ് ആദ്യമായി കൊണ്ടുവന്നത്. നമ്മൾ തന്നെ പണ്ട് എത്രയോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് സുബുക്കിക്ക് മുമ്പ് ലോകത്താര ഇത് പറ്റുമെന്ന് പറഞ്ഞത്. ആ എഴുതിയ ആളെ ഞാൻ മിഞ്ഞാന്ന് കണ്ടു. സുബുക്കിക്ക് മുമ്പ് ലോകത്താരാണ് ഇസ്തിഗാസ പറ്റുമെന്ന് പറഞ്ഞത് എന്ന് പുസ്തകം എഴുതിയ ആളെ ഞാൻ മിഞ്ഞാന്ന് കണ്ടു. അദ്ദേഹം ഈ വിളി അഭൗതികാന്ന് വിശ്വസിക്കുന്ന ആളായി ഇപ്പോ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ പണ്ട് ഓലോട് ചോദിച്ചു സുബിക്ക് മുമ്പാരാ ചെയ്തു എന്നുള്ളത്, ഓലിങ്ങ തപ്പിന് ആളെ കിട്ടാതെ ഇപ്പൊ നിങ്ങളെ കൊടുത്തല്ലോ ഇതാ അവരൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചത്. അപ്പൊ തുബ്രാനിയുടെ പിൻബലം അവർക്കുണ്ടാകും. ഇമാം ബൈഹഖിയും ഇബ്നു അബീ ശൈബയും എല്ലാം ഇത് ഉദ്ധരിച്ചെടുത്ത് വാഹനം ചാടിപ്പോയാൽ പറയേണ്ട വചനം എന്ന പേരിലാണ് അവർ ഹെഡിങ് നൽകിയത്. അപ്പൊ അവരും അംഗീകരിച്ചു എന്ന മട്ടായി അവിടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാമുസ്സുന്ന എന്ന് 12 നൂറ്റാണ്ട് കാലമായി തർക്കമില്ലാതെ പേരിട്ട് വിളിച്ച പണ്ഡിതനാണ്. അഖീദ സംരക്ഷിക്കാൻ അള്ളാന്റെ ഖുർആന് സൃഷ്ടിയാണോ അള്ളാന്റെ കലാമാണോ എന്ന തർക്കം ലോകത്തൊന്നാകെ വന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് വലിയ പ്രശ്നമായി. ആളുകൾ പകച്ചു നിന്നു. എന്താ ചെയ്യാൻ പിടുത്തില്ല, എന്താ യാഥാർത്ഥ്യം അറിയില്ല. കുറെ ആൾ ആയത്തോന്നിട്ട് പറയുന്നു ഇത് സൃഷ്ടിയാണ്, കുറെ ആള് പറയുന്നു സൃഷ്ടിയല്ല. ഭരണ സംവിധാനങ്ങളും അധികാരികളും സ്വാധീനങ്ങളും എല്ലാം ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറയുന്നവരുടെ കൈവശം. രാജാക്കന്മാരൊക്കെ അങ്ങനെ, ഭരണകർത്താക്കൾ അങ്ങനെ, അധികാരവും സമ്പത്തും എല്ലാ സൗകര്യവും ഇന്നത്തെ വാശി പറഞ്ഞാല് മെട്രോപൊളിറ്റൻ ഒക്കെ അവിടെ എന്ന് ഇന്ന് പറയുന്ന രൂപത്തില് എല്ലാ സംവിധാനവും അവിടെ. അവസാനം പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. നിവൃത്തില്ല. സൃഷ്ടിയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഓർക്ക് ശമ്പളമില്ല, അവർക്ക് ജോലിയില്ല, പള്ളിക്ക് നിന്ന് പിരിച്ചുവിടുക, കോടതിയിൽ നിന്ന് പിരിച്ചുവിടുക, എല്ലാരും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക. അന്ന് ഇമാം അഹ്മദിന്റെ കാലത്ത് പണ്ഡിതന്മാരൊക്കെ പുറത്താക്കുക, വയലറിയാൻ പാടില്ല, പ്രസംഗിക്കാൻ പാടില്ല, ക്ലാസ് എടുക്കാൻ പാടില്ല, പള്ളിയിൽ ഇമാം വെക്കാൻ പാടില്ല. അവസാനം ജീവിക്കാൻ നിവൃത്തില്ല. കുടുങ്ങിയപ്പോ ചില മനുഷ്യന്മാർക്ക് അങ്ങോട്ട് മാറി. എന്താ ചെയ്യാ? അന്നത്തെ കാലം അങ്ങനെയാണ്, പട്ടിണിയുടെ കാലമാണല്ലോ. കുറെ ആള് മൗനം പാലിച്ചു. നമ്മള് മഖ്ലൂഖാന്നും പറഞ്ഞില്ല, കലാമാന്നും പറഞ്ഞ മിണ്ടാതെക്കാണ്. പക്ഷെ ഇമാം അഹ്മദ് ഇതൊന്നും വകവെക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി ശക്തമായി അദ്ദേഹം പ്രചരിപ്പിച്ചു. ഖുർആൻ കലാമാണ്, മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല എന്ന് അദ്ദേഹം ഇറങ്ങി പ്രഖ്യാപിച്ചു. ആളുകൾക്ക് ഇറങ്ങിയിട്ട് മറ്റൊന്നും നോക്കാതെ സധൈര്യം അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ആളുകൾക്ക് ദീൻ മനസ്സിലായി. ഇമാം അഹ്മദിനെ കൂടെ ഉറച്ചു നിന്നു. എല്ലാവരും അതിനെ കൂടെ കൂടി ആ ഫിത്ന അവിടെ അവസാനിക്കുകയും ചെയ്തു. മറ്റോനേക്ക് സിംഹാസനമുണ്ട്, ഓനേക്ക് അധികാരമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും നടന്നില്ല. ഇമാം അഹ്മദിനെ അറസ്റ്റ് ചെയ്തു. അവസാനം അറസ്റ്റ് ചെയ്തു. ജയിലിലേക്ക് പോകുമ്പോൾ ഇമാം അഹ്മദിന് പ്രായം 70. 70ാമത്തെ വയസ്സ് അദ്ദേഹം ജയിലിൽ പോയി. 2.5 കൊല്ലം ജയിലിൽ കിടന്നു. പിന്നീട് പുറത്തു കൊണ്ടുവന്നിട്ട് പരസ്യമായി വിചാരണ ചെയ്തു. ജനമധ്യത്തിൽ വെച്ചിട്ട് എടുത്തും വലത്തുമായി ഓരോരുത്തർ നിർത്തി ചാട്ടവാറുമായിട്ട് അവർ ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിച്ചു ഇമാം അഹ്മദിനെ. ഭരണാധികാരി അടക്കം സാക്ഷിയാ. കുറെ അടിച്ചിട്ട് ഭരണാധികാരി അടി നിർത്താൻ പറയും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് അഹ്മദ് സ്വന്തത്തെ നശിപ്പിക്കുന്നത്? ഒരു വാക്ക് പറഞ്ഞാ പോലെ, ഖുർആൻ മഖ്ലൂഖാന്ന് പറഞ്ഞാ പോലെ, എന്നാ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാ. ചില മനുഷ്യന്മാർ ഇപ്പൊ പറയല്ലോ ശിർക്ക് എന്നാണ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ, എന്തിനാ പത്രം എടുക്കാറാകണ്? അന്ന് ചോദിച്ചതാ ഖുർആൻ മഖ്ലൂഖാന്ന് പറഞ്ഞാ പോലെ, ഇനി അത് പറയണ്ട, കലാമല്ല എന്ന് പറഞ്ഞാല്, കലാമല്ല എന്ന് പറഞ്ഞാൽ മതി, എന്നാലും സഹകരിക്കാം. എന്താ അദ്ദേഹം പറഞ്ഞത്? അഅ്തൂനി ശൈഅൻ മിൻ കിതാബില്ലാഹ് ഔ സുന്നത്തി റസൂലില്ലാഹ് ഹത്താ അഖൂല ബിഹി. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തോ തെളിവുണ്ടെങ്കിൽ തന്നോളൂ, ഞാൻ പറയാം, ഇല്ലെങ്കിൽ പറയില്ല. വീണ്ടും ഓർഡർ അടിക്കണം. അടി തുടർന്നു. കുറെ അടിക്കുമ്പോ ഭരണാധികാരി പറയും നിർത്തൂ. ചോദിക്കും, അഹ്മദ് എന്തിനാണ്? ഒരു വാക്കൊന്ന് മാറ്റി പറഞ്ഞാൽ ഇതാ അങ്ങേയറ്റം സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും എല്ലാം താങ്കൾക്ക് നൽകാം, എന്തിനാണ് താങ്കൾ സ്വയം നശിക്കുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി, അഅ്തൂനി ശൈഅൻ മിൻ കിതാബില്ലാഹ് ഔ സുന്നത്തി റസൂലില്ലാഹ് ഹത്താ അഖൂല ബിഹി. അല്ലാഹുവിന്റെ കിതാബുണ്ടോ തരൂ, സുന്നത്തിലുണ്ടോ തരൂ, പറയാം.
4 5 തവണ ഇത് ആവർത്തിച്ചു ഇബ്നു കസീർ റഹിമഹുല്ലാ അൽ ബിദായ വന്നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ശരീരമാസകലം മാംസങ്ങൾ മുറിഞ്ഞ് അത് തൂങ്ങിക്കിടന്ന് രക്തം ഒന്നാകെ ഒലിച്ച് കംപ്ലീറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് മാംസം ഒന്നാകെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയായി അവസാനം അദ്ദേഹം ബോധം കെട്ടു വീണു. താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ചികിത്സാവശ്യാർത്ഥം പല ഭാഗത്തു നിന്നും മാംസ കഷ്ണം മുറിച്ചു മാറ്റി 6 മാസത്തെ ചികിത്സ കൊണ്ടാണ് മര്യാദക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതോടുകൂടി ആ ഫിത്ന അവസാനിച്ചു. ജനങ്ങൾ ദീൻ പഠിച്ചു. ആളുകൾക്ക് സംഗതി മനസ്സിലായി. ആളുകൾ ഒന്നടങ്കം അത് സ്വീകരിക്കാൻ തയ്യാറായി. പിന്നെ കസാരണ്ട് വല്ല കാര്യമുണ്ടോ? ആ ഇമാം അഹ്മദിന് അതുകൊണ്ട് കൂടി കിട്ടിയ പേര് ഇമാം അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ ഇമാം. 12 നൂറ്റാണ്ടുകാലം തർക്കമില്ലാതെ മുസ്ലിം ലോകം ആ പേര് അംഗീകരിച്ചു പോന്നു. ആ ഇമാം അഹ്മദ് ഈ വിളി വിളിച്ചു യാത്രാമധ്യേ. യാത്ര വഴിതെറ്റിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ഇബാദല്ലാഹ് ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി അറിയിച്ചു തരൂ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹത്താ വഖഫ്തു അല ത്വരീഖ്, അങ്ങനെ ശരിയായ വഴിയിലേക്ക് എത്തിപ്പെട്ടു എന്ന് ഇമാം അഹ്മദ് പറഞ്ഞത് നമ്മളും സമ്മതിക്കുന്നു, സമസ്തക്കാരും സമ്മതിക്കുന്നു. അപ്പൊ സമസ്തക്കാരുടെ ചോദ്യം, ഇത് കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ള വിളിയാണെങ്കിൽ, ഇത് അഭൗതികമായ വിളിയാണെങ്കിൽ ഇമാം അഹ്മദിന്റെ ഇമാം സുന്നയുടെ പാരമ്പര്യം ഞങ്ങൾക്കല്ലേ, നിങ്ങൾക്കില്ലല്ലോ? നമുക്ക് 2 മറുപടി ഉണ്ട്. ഒന്നുകിൽ ഇമാം അഹ്മദ് മുസ്ലിക്കാണ് എന്ന് പറയാം, അദ്ദേഹത്തെ നിങ്ങളെടുത്തോളി, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം. അപ്പൊ ഇമാം സുന്നയുടെ പിൻബലം സമസ്തക്കാർക്ക് നമുക്കത് ആവശ്യമില്ല എന്ന് പറയാം. അല്ലെങ്കിലോ ഇമാം അഹ്മദ് വിളിച്ചത് കാര്യകാല ബന്ധത്തിന് അപ്പുറമല്ല, അഭൗതികമായ വിളിയല്ല, അങ്ങനത്തെ വിളിയേ ഉണ്ടായിട്ടില്ല. മറിച്ച് ഈ ഹദീസ് പ്രകാരം ഒരു സംവിധാനമുണ്ട് എന്ന് അദ്ദേഹത്തെ സ്വഹിയായി മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയാം. ഏതാ നമുക്ക് സുരക്ഷിതം? അവിടെ ഇങ്ങോട്ട് ഇമാം നബവി, അദ്ദേഹത്തെ ഉസ്താദുമാർ, എന്തിനേറെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കം അൽ കലിമുത് തയ്യിബ് എന്ന കിതാബിൽ ഇത് അദ്ദേഹം പഠിപ്പിക്കുന്നു. സൂഫികൾക്കെതിരെ അതിശക്തമായി ഇറങ്ങി നിങ്ങളുടെ ഈ വിളി ശിർക്കാണെന്ന് പഠിപ്പിച്ച ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ ഈ വിളി പഠിപ്പിക്കുന്നു. അപ്പൊ സമസ്തക്കാർക്ക് എന്താ പറയാ? അപ്പൊ പിന്നെ ഇബ്നു തൈമിയ്യക്കും തൗഹീദ് മനസ്സിലായിട്ടില്ലേ, ഇബ്നു ഖയ്യിമിന് മനസ്സിലായിട്ടില്ല, ഇമാം മുസ്ലിംക്ക് മനസ്സിലായിട്ടില്ല. ഈ ഉമ്മത്തിലെ ഖുർആൻ വ്യാഖ്യാതാവായി നബി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്ത് നമുക്ക് തന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ തൗഹീദും ശരിയല്ല. അതെ, ശരിയല്ല നമ്മളാണ് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് മുതൽ തുബ്രാനിയും ഇമാം അഹ്മദും ബൈഹഖിയും ഇബ്നു അബീ ശൈബയും നബവിയും ഉസ്താദുമാരും ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമും ശൗക്കാനിയും പോലെ തൗഹീദ് ഒന്നും ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ കൂട്ടരെ വിട്ടോളി വണ്ടി എന്ന് പറയില്ലേ? ഇവർക്ക് ആർക്കും തൗഹീദ് മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അതന്നെ 2012 മനസ്സിലായത് എന്ന് പറഞ്ഞാൽ തൽക്കാലം കുറച്ചവിടെ ഇരിക്കി, കുറച്ച് കഴിയുമ്പോൾ വേറെ കുറെ മനസ്സിലാകാനുണ്ട് എന്നല്ലേ ഓൻ പറയാം. അതേസമയം മുസ്ലിം ലോകം ഒന്നടങ്കം പറഞ്ഞു, ഈ വിളി അഭൗതികമല്ല, ഈ വിളി കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമല്ല, ഇത് ദുആ അല്ല, ഇത് അമ്പ്യൗലിയക്കന്മാരെ അല്ല വിളിക്കുന്നത്. അപ്പൊ ചോദ്യം, എന്നാ പിന്നെ ആരെയാണ്? കാണാത്ത അടിമ ഹാജരായ അടിമ എന്നാണല്ലോ ഹദീസ് ദഈഫ് ശരി. പക്ഷെ ഇവരൊക്കെ ചെയ്യുകയോ ചെയ്യാൻ പറയുകയോ അംഗീകരിക്കുകയോ ചെയ്തല്ലോ. എങ്കിൽ പിന്നെ ആരെയാണ് ഈ വിളിച്ചത്? അപ്പോഴാ പണ്ഡിതന്മാര് പറഞ്ഞത്, അത് വല്ല മലക്കുകളോ വല്ല ജിന്നുകളോ അതുമല്ലാത്ത വേറെ വല്ല പടപ്പുകളോ ആരെങ്കിലൊക്കെ അന്ന് ഏൽപ്പിച്ചിട്ടുണ്ടാകും. അവിടൊക്കെ വരാമല്ലോ. മൊഹീദ്ദീൻ ശൈഖ് ഇവിടെ വരൂല, റിഫായി ശൈഖ് വരൂല, അമ്പ്യൗലിയാക്കൾ മരിച്ചു പോയത് വരൂല. എന്നാ മലക്കുകൾ വരാം, ജിന്നുകൾ വരാം, അല്ലാത്ത വല്ല പടപ്പുകളും റബ്ബിനുണ്ടോ അത് നമുക്കറിയില്ല. അങ്ങനത്തെ വല്ല സംവിധാനം ഉണ്ടാകും എന്നേ സ്വഹീഹാണെങ്കിൽ തന്നെയുള്ളൂ. പക്ഷെ സ്വഹീഹല്ല. ഇത് അന്ന് മുതൽ ഏകദേശം 200 കൊല്ലം അപ്പുറത്താണ് ഈ ഹദീസിനെ ഖുറാഫികൾ ദുർവ്യാഖ്യാനിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 200 കൊല്ലം അപ്പുറത്ത് ഖുറാഫികൾ ദുർവ്യാഖ്യാനിച്ചു. അതിന് മുമ്പ് ആരും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന ലോക ഖുറാഫിയായ ഒരു മനുഷ്യൻ, അയാള് ഈ ഹദീസ് ദുർവ്യാഖ്യാനിച്ചിട്ട് ഈ പുതിയ വാദം കൊണ്ടുവന്നു. അന്ന് അദ്ദേഹത്തിന് മറുപടി എഴുതി ബഷീർ സഹ്സുവാനി സിയാത്തുൽ ഇൻസാൻ എന്ന കിതാബ്. ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞു, ഇത് അമ്പ്യൗലിയാക്കളെ വിളിക്കാൻ തെളിവല്ല, ഇസ്തിഗാസക്ക് തെളിവല്ല, അഭൗതിക വിളിക്ക് തെളിവല്ല. ഇത് അവിടെ ഹാജറുണ്ടാകാൻ സാധ്യതയുള്ള വല്ല ജിന്നോ മലക്കോ ഓരോ കഴിവപ്പെട്ട വല്ല കാര്യം ചെയ്യും. മൃഗത്തെ പിടിച്ചു വെക്കൂതല്ലേ, ഓൻ പിടിച്ചു വെച്ചോളും, അത്രേ അതിനുള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ ഇസ്തിഗാസക്ക് ഇത് തെളിവല്ല, അഭൗതികമാണെന്ന് ഖുറാഫികൾ പറഞ്ഞു, അല്ല എന്ന് സലഫികൾ പറഞ്ഞു.
ഖുറാഫിന്റെ ആവശ്യം ഇത് അഭൗതിക ആണെന്ന് സമർത്ഥിക്കലാണ്. അവിടെ ഇങ്ങോട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഇന്ന് വരെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ സലഫി ലോകത്തെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും പറഞ്ഞു ഇത് ദുആ അല്ല, ഇത് അഭൗതിക വിളിയല്ല, ഇത് കാര്യകാല ബന്ധത്തിനപ്പുറമല്ല, അതുകൊണ്ട് ശിർക്കുമല്ല. ഈ പറയപ്പെട്ടവരാരും ഈ ശിർക്ക് ചെയ്തവരോ ചെയ്യാൻ പറഞ്ഞവരോ അല്ല. അതുകൊണ്ട് അവരെ പാരമ്പര്യം ഒന്നും നിങ്ങൾക്കില്ല, നിങ്ങളുടെ പുത്തൻ വാദം തന്നെ. അത് പറയുമ്പോൾ സമസ്തക്കാരൻ കുടുങ്ങിയിരുന്നു. നമ്മുടെ നാട്ടില് ഇത് ആദ്യമായി ചർച്ച രേഖപ്പെടുത്തപ്പെട്ട് നമ്മൾ കണ്ടത് 971 അതിന് മുമ്പ് ഏതേ മൂലന്മാര് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അലം, പറഞ്ഞിട്ടുണ്ടാവാം, പറയാതിരിക്കില്ല. പയ്യോളിയിൽ മുസ്ലിയാർ പ്രസംഗിച്ചു, ഇസ്തിഗാസക്ക് ഞങ്ങൾക്കുള്ള തെളിവ് ഈ ഹദീസാണ്. മുജാഹിദീങ്ങൾക്ക് എഴുതി കൊടുത്തതാ തെളിവ് ഞങ്ങൾക്കുണ്ട്. അപ്പൊ അവർക്ക് എന്താ അറിയില്ല, അവർ സൽസബിയിലേക്ക് അയച്ചു ഈ ചോദ്യം. ഉമർ മൗലവി അന്ന് പുളിക്കതിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായ, പിന്നീട് KNM ട്രഷറായി മാറിയ പഴത്ത് അബ്ദുറഹ്മാൻ മദനിക്ക് കൈമാറി, നിങ്ങൾ എഴുതിയാൽ മതി, ഇത് ചെറിയ കുട്ടിക്ക് വരെ എഴുതാൻ. അങ്ങനെ ആ ചെറിയ കുട്ടി എഴുതി. ആ മഹാപണ്ഡിതന്റെ അംഗീകാരത്തോടു കൂടി എന്താ എഴുതിയത്? ഹദീസ് ദുർബലമാണ്, സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇത് അത്തരം മനുഷ്യൻ ഈ വിളി വിളിച്ചാൽ വല്ല ജിന്നുകളോ മലക്കളോ വളരെ സഹായിക്കാനെത്തുമെന്ന് പ്രതീക്ഷിക്കാമെന്നല്ലാതെ വിളിക്കാൻ തെളിവല്ല. 971 സൽസബീൽ തുടങ്ങിയത് അക്കൊല്ലത്തിലാണ്. അത് കഴിഞ്ഞ് 980-കളിൽ മറ്റൊരു മുസ്ലിയാര് ഇതേ വിഷയത്തിൽ പ്രസംഗിക്കുകയും അങ്ങനെ അയാളും ഈ ഹദീസ് തെളിവാക്കിയിട്ട് അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ തെളിവാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അത് കേട്ട ചില മുജാഹിദ് പ്രവർത്തകന്മാർ ആ വിഷയം ശബാബിലേക്ക് ചോദ്യമായി കൊടുത്തു. ശബാബിലേക്ക് എഴുതി അയച്ചു, ഇതാ ഇങ്ങനെ മുസ്ലിം പ്രസംഗിക്കുന്നുണ്ട്, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചുകൊണ്ട് ശബാബിലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ ശബാബില് അന്നും ഇന്നും ശബാബിന്റെ ചോദ്യത്തിന് കൈകാര്യം ചെയ്യുന്ന ചെറിയ മുണ്ടം അദ്ദേഹം ഇതേ മറുപടി നൽകി, ഇത് സ്വഹീഹല്ല, ദുർബലമാണ്. സ്വഹീഹ് ആണെങ്കിൽ തന്നെ ഇത് കാര്യകാല ബന്ധത്തിന് അപ്പുറമല്ല. വല്ല ജിന്നുകളോ വല്ല മലക്കുകളോ അതുമല്ലാത്ത വല്ല പടപ്പുകളോ ആരെങ്കിലും അത് ഏൽപ്പിച്ചിട്ടുണ്ടാകും എന്നേ ഉള്ളൂ സ്വഹീഹ് ആണെങ്കിൽ. പക്ഷെ സ്വഹീഹ് അല്ല, നമുക്കത് തെളിവുമല്ല. അത് കഴിഞ്ഞ് അതേ പുസ്തകം പിന്നീട് പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ അത് പിന്നീട് പ്രസിദ്ധീകരിച്ചു. ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് അതിൽ ഇത് വന്നു. 2001 ഷാർജ മുഖാമുഖത്തിൽ ഹുസൈൻ സലഫിയോട് ചോദിച്ചു. സലഫി പറഞ്ഞു, ഇത് സ്വഹീഹ് അല്ല, സ്വഹീഹ് ആണെങ്കിൽ തന്നെ തെളിവല്ല. 2004 മണ്ണാർക്കാട് സംഭവത്തിൽ അലവി സുലൈമാൻ സഖാഫിമാര് ഈ ഹദീസ് കൊണ്ടുവന്നു. അന്ന് സക്കരിയ സുലാഹി പറഞ്ഞു, ഇത് സ്വഹീഹ് അല്ല, സ്വഹീഹ് ആണെങ്കിൽ തന്നെ തെളിവല്ല. 2007 ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇതും സമാനമായ സംഗതിയും കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന് ലേഖനം എഴുതിയപ്പോൾ ഇല്ല, പൊളിഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് സക്കരിയ സുലാഹിയും കരുവമ്പൊയിലും അതേപോലെ ജബ്ബാർ മൗലവിയും ചന്ദ്രികയിലും അതുപോലെ വിചിന്തനത്തിലും ഇസ്ലാഹി മാസികയിലും മാറി മാറി ലേഖനങ്ങൾ എഴുതി. 2009 ജിദ്ദ മുഖാമുഖത്തിലും എടവണ്ണ ജാമിഅ മുഖാമുഖത്തിലും ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അബ്ദുറഹ്മാൻ സലഫി 2 സ്ഥലത്തും മറുപടി പറഞ്ഞു, ഇത് സ്വഹീഹ് അല്ല, സ്വഹീഹ് ആണെങ്കിൽ തന്നെ തെളിവല്ല, ഇത് അഭൗതികമല്ല, ഇത് ദുആ അല്ല, ഇതിൽ ശിർക്കില്ല, ഒരു പ്രശ്നം ഇതിലില്ല. പക്ഷെ അതേ സ്വഹീഹ് അല്ല, നമുക്ക് ചെയ്യാൻ പറ്റൂല. 2011 ആലപ്പുഴയിൽ നടന്ന ഇസ്തിഖാമ എന്ന പരിപാടിയിൽ ജബ്ബാർ മൗലവിയും അനസ് മുസ്ലിയാരും ഞാനും പങ്കെടുത്ത പരിപാടിയിൽ ഈ ചോദ്യം വന്നു. അന്ന് ജബ്ബാർ മൗലവി സാക്ഷിയാക്കി അനസ് മുസ്ലിയാർ പ്രഖ്യാപിച്ചു, ഇതിൽ ഒരു തകരാറുമില്ല, ഇതിൽ ഒരു ശിർക്കുമില്ല, ഇത് പ്രാർത്ഥനയല്ല, ഇത് തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനസ് മുസ്ലിയാർ പ്രസംഗിച്ചു. അതേ 2011 തിരുവനന്തപുരം ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ 1ാമത്തെ ചോദ്യം ഒരു സഖാഫി ഈ ഹദീസ് പറഞ്ഞ് ഷൗക്കാനിയുടെ കിതാബ് മുദ്രിച്ചുകൊണ്ട് ചോദ്യവുമായി വന്നു. അനസ് മുസ്ലിയാർ ആദ്യം മറുപടി പറഞ്ഞു, ഇതിൽ ഒരു തകരാറുമില്ല, കണ്ണ് കാണാത്ത ഒരാൾ ചോദിക്കാൻ പാടില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഒരാളും പറയുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർ പ്രസംഗിച്ചു. സഖാഫി വീണ്ടും അതിൽ കൂടി 2ാമത്തെ റൗണ്ടിൽ ഞാനും അതിൽ മറുപടി പറഞ്ഞു. അതേ 2011 നവംബർ മാസത്തില് ബഹ്റൈനിൽ വെച്ച് മുഖാമുഖമുണ്ടായി. മുനീർ മദനയും അനസ് മുസ്ലിയാരും പങ്കെടുത്തുകൊണ്ട് അവിടെയും ഏൽപ്പിക്കാൻ ഈ ചോദ്യവുമായി വന്നു. അനസ് മുസ്ലിയാർ കൃത്യമായി മറുപടിയും കൊടുത്തു. 2012 അനസ് മുസ്ലിയാർ പറയാ, എനിക്ക് ഇയാക്കണ ഇപ്പോഴാണ് പഠിഞ്ഞത്, അതുകൊണ്ട് ഞാൻ ആ പ്രസംഗിച്ചൊക്കെ തെറ്റാകുന്നു, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിനർത്ഥം എന്താ? മൗലവിമാർ തെളിവാക്കിയത് തെളിവ് തന്നെയാണെന്നല്ലേ?
ഞങ്ങൾക്ക് തെളിവാണെന്ന് ഓര് പറഞ്ഞപ്പോ പറഞ്ഞു സ്വഹിയല്ല, സ്വഹിയായാലും തെളിവല്ല. അത് ഞാൻ തൗബ ചെയ്യുന്നു പറഞ്ഞാലോ സ്വഹിയാണെങ്കിൽ തെളിവ് തന്നെയാണ് എന്നല്ല അതിനർത്ഥം. അയാൾ തൗബ ചെയ്തപ്പോ എല്ലാ മുജാഹിദീങ്ങളും അയാളെ പിന്നാലെ കൂടണമെന്ന് പറഞ്ഞാൽ അത് ന്യായമല്ലല്ലോ. എന്നിട്ട് അത് ചെയ്യാത്തോനും ആ തൗബ അംഗീകരിക്കാത്തോനും ശരിയല്ല എന്ന് പറഞ്ഞാലും ഓല് മുറി മുസ്ലിയാക്കന്മാര്, ഓല് മൗലിമാര് എന്നൊക്കെ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ സൈസ് ആളുകള് നീ മുറിയല്ല ഫുള്ളല്ല ഡബിൾ ആയാലും ശരി നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നേ മുജാഹിദീങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് 2012 മൂവാറ്റുപുഴയിൽ വാദപ്രതിവാദം ഉണ്ടായപ്പോൾ ഇതേ ഹദീസുമായി വന്നു നൗഷാദ് ഹസനി. അപ്പൊ പുതിയൊരു മറുപടി എന്താ? ഇത് ദുർബലമാണ്, ഈ വിളി അഭൗതികമാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമാണ്, ഇത് ശിർക്കാണ്. ലോകത്ത് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി ശിർക്ക് തന്നെ. ലോകത്ത് ആര് ശിർക്ക് ചെയ്താലും ശിർക്ക് തന്നെ, സംശയമൊന്നുമില്ല. അപ്പൊ നൗഷാദ് ഹസനി പറഞ്ഞു അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി, ഇനി ഞങ്ങൾ വേണ്ടതുപോലെ ആഘോഷിച്ചു കൊള്ളാം. ആ ആഘോഷം നമ്മൾ ഇപ്പൊ കാണുന്നത്. പക്ഷെ ഇതിലും വലിയൊരു കട്ടക്കാലം പോലെ ഉള്ളത് വേറെ ഉള്ളതുകൊണ്ടായിരിക്കാം വലിയൊരു ഉസാറ് പോലെ ആഘോഷത്തെ നമ്മൾ കാണുന്നില്ല. അവിടെ എല്ലാം കൂടി മുടിമ ചുറ്റിപ്പോയിട്ട് ആകെ ഇടങ്ങാറായി കിടക്കുക. ആഘോഷിക്കാനും വേണ്ടൊന്നും എണീറ്റിക്കുക, അത് കഴിയാത്തോണ്ടായിരിക്കും. അപ്പൊ അവരുടെ ആവശ്യം എന്താ? ഇത് അഭൗതികമാണ് പറയൽ. ഈ കാലം വരെ ലോകത്ത് ഖുറാഫികളാണ് ഈ ഇവിടെ അഭൗതികം എന്ന് പറഞ്ഞത്. സലഫികൾ പറഞ്ഞ അഭൗതികമല്ല, നിങ്ങൾക്ക് തെളിവില്ല. അപ്പൊ പറഞ്ഞ അഭൗതികമാണ്, നിങ്ങൾക്ക് തെളിവ് തന്നെയാണ്. അപ്പൊ ഓലെ ഇസ്തിഗാസക്ക് ഇബ്നു അബ്ബാസ് മുതൽ പാരമ്പര്യമായി നൂറ്റാണ്ട് പൈതാല പഴക്കമുണ്ട്. ഞങ്ങൾ ഇസ്തിഗാസക്ക് അത് പാടില്ല എന്ന് പറഞ്ഞതോ നിങ്ങളെ ഇബ്നു തൈമിയ്യ, അത് നിങ്ങളും ഇബ്നു തൈമിയ്യ പോയിക്കോളി, ഞങ്ങൾക്ക് ഇബ്നു അബ്ബാസ് മുതലുള്ള ഈ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാര് മതി എന്ന് ഒരിക്കൽ പറയാൻ എളുപ്പമാണ്. അപ്പോഴാണ് നൗഷാദ് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വേദിയിലുള്ള നിങ്ങൾ 4 പേര് മാത്രമല്ലേ ഇനി തൗഹീദുള്ള ഉണ്ടാവുള്ളൂ, ബാക്കി ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിക്കായി മാറിയില്ലേതാ? നിങ്ങൾ മാത്രമേ തൗഹീദുള്ളൂ, എന്നാ നിങ്ങളും ശിർക്കിൽ തന്നെ. അതെന്തേ? നിങ്ങൾ വിശ്വസിക്കുന്നുവല്ലോ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന്. സിഹിറും കണ്ണേറും ഒക്കെ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളും അംഗീകരിക്കുന്നുവല്ലോ. ആ സിഹിർ ശൈത്താന്റെ ഉപദ്രവമല്ലേ, ശൈത്താന്റെ സഹായമല്ലേ? അത് അഭൗതികമാണെങ്കിൽ അഭൗതിക സഹായവും അഭൗതിക ഉപദ്രവവും ശൈത്താനും ചെയ്യുന്നു വന്നില്ലേ? നിങ്ങളല്ലേ പണ്ടെഴുതി അള്ളാഹ്ക്ക് മാത്രമേ അഭൗതികമായി ഗുണം ചെയ്യാനും ദോഷം വരുത്താനും കഴിയുള്ളൂ എന്ന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ശൈത്താനും കഴിയും. അപ്പൊ നിങ്ങളെ തൗഹീദും പൊളിഞ്ഞു, നിങ്ങളും ശിർക്കിലായി. അപ്പോഴാ നമ്മളെ ഭാഗത്ത് സംസാരിച്ച ആള് പറഞ്ഞത് അഭൗതികമായി സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാവൂല, അത് ചോദിച്ചാലേ ശിർക്കാവുള്ളൂ. അഭൗതികമായി സഹായിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കില്ല, അത് ചോദിച്ചാലേ ശിർക്കുള്ളൂ. അപ്പൊ എന്തായി? വിശ്വാസത്തിന് എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇനി മുസ്ലിയാക്കന്മാർക്ക് എന്ത് പറയാ? എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു മുഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കും, റിഫായി ഷെയ്ഖ് സഹായിക്കും, മമ്മുറം തങ്ങൾ സഹായിക്കും, അവർ ഞങ്ങളെ കാണും, അവർ ഞങ്ങൾ സദസ്സിലേക്ക് പങ്കെടുക്കും, അവർ ഹാജരാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ശിർക്കാ നിങ്ങൾ എങ്ങനെ പറയാതാ? പക്ഷേ ക്ലിപ്പിടുണ്ടല്ലോ ഹാദറൂന്ന്, എന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യം അങ്ങോട്ടാ കൊള്ളുന്നത്. ഹാദറാവ് ഞങ്ങൾ വിശ്വസിച്ചാൽ ശിർക്കാ നിങ്ങൾ എങ്ങനെ പറയാ വെച്ചാൽ എങ്ങനെ പറയാ? ചോദിച്ചാലേ കുഴപ്പമുള്ളൂ, വിശ്വസിച്ചാൽ കുഴപ്പമില്ല എന്ന് ഈ നൂറ്റാണ്ട് കാലം നമ്മൾ പറയാത്ത പുത്തൻ വാദവുമായി കടന്നു വന്നു. എന്നിട്ട് അത് സ്വീകരിക്കാത്തവനൊക്കെ ജിന്നിന്റെ ആള്, ഓ ശൈത്താന്റെ ആള്, ഓ അങ്ങനെ പറഞ്ഞ് ജിന്നിനോട് തേടാൻ പോവുകയാണ് എന്ന തോന്നല്. മുജാഹിദീങ്ങൾ തലങ്ങട് പോയാലും ശരി അല്ലാന്നല്ലാത്തൊരു വിളി ഓൻ്റെ ഉള്ളത് വരൂല, സംശയം വേണ്ട. എന്നിട്ട് പിന്നെ അങ്ങനെ ഒപ്പിക്ക, ആരെങ്കിലും ഇവിടെ ചൂണ്ടിടാൻ പോകണ്ടോ, ആരെയും പുഴയിൽ മുങ്ങുണ്ടോ, ഇതിങ്ങനെ നോക്കിയെടുക്കുക. എന്നിട്ട് വേണം ഇപ്പൊ ന്യായം ഉണ്ടാക്കാൻ. പുഴയിലായാലും വേണ്ടില്ല, എവിടെയായാലും വേണ്ടില്ല, കരയിലായാലും കടലിലായാലും മുജാഹിദികൾ റഹ്മാനായ റബ്ബിനോട് മാത്രം. അഭൗതികമായ തേട്ടം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടം റബ്ബിനോടല്ലാതെ ഒരൊറ്റപ്പടപ്പിനോടും നിർവഹിക്കില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ആ രംഗത്ത് ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ശരി അതല്ലാത്തൊരു വിളി ഉള്ളെന്ന് വരൂല എന്ന് പ്രഖ്യാപിച്ചവരാണ് മുജാഹിദുകൾ. എന്നിട്ട് ഓല ജിന്നിന്റെ ആൾക്കാരായത്രേ, അവർ ജിന്നിന്റെ ആളായത്രേ, ജിന്നോട് പ്രാർത്ഥിക്കുകയാണത്രേ. അതുകൊണ്ട് ആ ആരോപണങ്ങൾ മടവൂരികൾ പറഞ്ഞു പ്രചരിപ്പിച്ചത് ഏതെങ്കിലും സുല്ലമിമാര് തല്ലും കെട്ടി പോന്നിട്ട് അത് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും വിശ്വസിച്ച് തെറ്റിദ്ധരിക്കല്ല, അള്ളാന്റെ കോടതിയിൽ നഷ്ടമേറ്റ് വാങ്ങേണ്ടി വരും എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ ആലോചിക്കുക, എന്തിനാണ് ഈ നാസർ സുലൈമാൻ ഇങ്ങോട്ട് പോകുന്നത്? 2007 ഇസ്ലാഹിൽ ലേഖനം വന്നത്.
ഇസ്ലാഹിൽ ലേഖനം വന്നിട്ട് തൊട്ടടുത്ത ആഴ്ചയിൽ അബ്ദുസ്സലാം സുല്ലമി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, മൗലവി വിഭാഗം മുജാഹിദുകൾ ശിർക്കിലേക്ക് ഒലൊക്കെ മുസ്ലിക്കായി എന്ന് പറഞ്ഞു. മൗലവി വിഭാഗം എന്ന് പറഞ്ഞാൽ എ പി അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന മുജാഹിദീങ്ങളെല്ലാം മുസ്ലിക്കായി മാറിയിട്ടുണ്ട്. അന്ന് സലാം സുല്ലമിന്റെ ഒപ്പം നിന്ന ആളാ ഈ നാസർ സുല്ലമി. അയാൾ അത് പ്രചരിപ്പിച്ചു, അത് വിശ്വസിച്ചു. അങ്ങനെ 2-2.5 കൊല്ലം അയാളും പറഞ്ഞു നടന്നു, ഇവലൊക്കെ ശിർക്കിലാണ്, ഇവലൊക്കെ മുസ്ലിക്കീങ്ങളാണ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ മൂപ്പർ ഇങ്ങോട്ട് വരിക. അപ്പൊ എന്തിനാ വന്നത്? 2 നിലയ്ക്ക് വരാം. ഒന്നുകിൽ ഇവിടെ ശിർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് വരണം, അല്ലെങ്കിൽ ഇവിടെ ശിർക്ക് തന്നെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ശിർക്കിലേക്ക് വരണം. ഒന്നുകിൽ ശിർക്കിലേക്ക് വന്നു, അല്ലെങ്കിൽ ശിർക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോന്നു. 2 സാധ്യത. അപ്പൊ ഞങ്ങളൊക്കെ സുന്നിയിൽ പോന്നു. ഇവിടെ വന്നിട്ട് അമ്പ്യവലക്കന്മാർ ഇസ്തിഗാസ ചെയ്യാന്ന് ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുക? ഈ ചങ്ങായി നമ്മളിത് പൊളിക്കാമെന്നതാണ് എന്നല്ല മനസ്സിലാക്കുക. ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ സ്റ്റേജിൽ കയറി പറയുന്നു ഇത് ശിർക്ക് തന്നെയാണ്. എന്നാ പിന്നെ മൂപ്പയ്ക്ക് ഈ ശിർക്കിക്ക് വേണ്ട ആവശ്യം ഉണ്ടായില്ല, അവിടെ നിന്നാ പോലെ. ഒരു ശിർക്കില്ലാത്ത സ്ഥലത്ത് നിൽക്കുക, എന്നിട്ട് ഇവിടെ ശിർക്ക് എന്ന് പറയാ, എന്നിട്ട് ഇങ്ങോട്ട് കയറി വരിക മാറി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടുന്നും പറയുന്നത് ശിർക്ക് തന്നെയാണ്. അപ്പൊ അയാൾ എന്തിനാ വന്നത്? അവിടെ നിന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ വിശ്വസിക്കാത്തത് ഇവിടെ കയറിക്കൂടി പറയാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് പറയാം അത് ശിർക്കാന്ന് പറയണോ, ഇവിടെ നിന്നാ മതി, അല്ലാത്തവൻ പോയിക്കോളിയില്ല. അപ്പൊ യഥാർത്ഥത്തിന് ഇതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ അവർക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വ്യക്തമായ KKP അബ്ദുള്ളയെ പോലുള്ള സാക്ഷാൽ ഒരു ചാരൻ തന്നെയാണ് ഈ നാസർ സുല്ലമി എന്ന കാര്യത്തിൽ സംശയിക്കാനില്ല. വരും ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് തെളിയാൻ പോവുകയാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട, നമ്മൾ ആരും ജിന്നിന്റെ പിന്നാലെ കൂടിയിട്ടില്ല, ജിന്നിനോട് തേടാൻ പോകുന്നില്ല, ഭൗതികമായും ചോദിക്കുന്നില്ല, അഭൗതികമായും ചോദിക്കുന്നില്ല. ഒരു സംഗതിക്കും ജിന്നുമായുള്ള ബന്ധവും പറ്റുമെന്ന് വിശ്വസിക്കുന്നേ ഇല്ല. എല്ലാം നിഷിദ്ധം തന്നെ, എല്ലാം കുറ്റകരം തന്നെ, എല്ലാം ശിക്ഷാർഹം തന്നെ എന്ന കാര്യത്തിൽ സംശയമേതുമില്ല എന്ന് നാം ഒന്നുകൂടെ ഉറപ്പിച്ച് മനസ്സിലാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അവതരിപ്പിച്ച വിഷയമോ അതിനനുബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വല്ലതുമുണ്ടെങ്കിൽ ചോദിക്കാം. സംഘാടകർ സൂചിപ്പിച്ചതുപോലെ ഈ കരിമ്പിൽ പ്രദേശത്തുകാർക്ക് വേണ്ടിയാണ് സംഘടിപ്പിച്ചത് കൊണ്ട് അവർക്കാണ് ഒന്നാമത്തെ പരിഗണന. അവരുണ്ടെങ്കിൽ അവരാദ്യം ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റ് മണ്ഡലത്തിലെ മറ്റു ശാഖയിലേക്കുള്ള ആളുകൾക്ക് ചോദിക്കാമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതും ചോദിക്കാം. അറിയുമെങ്കിൽ പറയാം. എല്ലാം അറിയുമെന്ന നാട്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് ചോദിക്കാം. കൃത്യമായി അറിയാവുന്ന കാര്യമാണെങ്കിൽ പറയും, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിച്ച് അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് പറഞ്ഞു തരാമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഏതായിരുന്നാലും ഒരു തർക്കത്തിന്റെ ഒരു ശൈലിക്കല്ലാതെ ദീൻ കൈകാര്യം ചെയ്യുന്നുവെന്ന ആ ഒരു ഗൗരവത്തോടു കൂടി ദീന് പഠിക്കാനും അത് ഉൾക്കൊള്ളാനുമുള്ള ആ താല്പര്യത്തിൽ തന്നെ ചോദിക്കാനും മറുപടി പറയാനും ഒക്കെ നമ്മളെല്ലാവരും തയ്യാറാവുക. ഇത് നമ്മളെല്ലാവരും ഒന്നാണ്. ഇവിടെ ആരും അകത്തും പുറത്തുമൊന്നുമില്ല. നമ്മളെല്ലാവരും ഈ KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും MJM-ന്റെയും KJM-ന്റെയും എല്ലാം ആദർശം ഉൾക്കൊള്ളുകയും അതിലെല്ലാമായി പിന്നെ മെമ്പർഷിപ്പ് ഉള്ളവരും അതിലെ പ്രവർത്തകരുമാണ്. അതുകൊണ്ട് ആ ഒരു പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ നിലയ്ക്ക് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുക. ഒരു തർക്കത്തിന്റെ ശൈലിയിലേക്ക് പോകാതിരിക്കാൻ ഞാനും ശ്രമിക്കാം, നിങ്ങളും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ജംഷീദ്, കക്കാടാണ് സ്ഥലം. നാസർ സുല്ലമിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു, കാര്യകാരണ ബന്ധങ്ങൾ അബൗദ്ധികം എന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് അള്ളാഹുമായി ബന്ധപ്പെട്ട മാത്രം, മറ്റത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത എല്ലാം കാര്യകാര ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ്. ഇതിൽ എന്തായാലും ശിർക്കാണെന്ന് പറഞ്ഞു. എല്ലാ തട്ടവും ആ ബന്ധത്തിലേക്ക് മടക്കുന്ന എല്ലാ കാര്യവും ശിർക്കാണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്നുള്ളത് വിശദീകരിച്ചു. അതായത് നാസർ സുല്ലമി എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു പൊതുവായ തത്വമാണത്. കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ അത് 2 എണ്ണമാണ്. ഒന്ന് പഞ്ചേന്ദ്രിയം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, മറ്റൊന്ന് വഹിയിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ. ഈ 2 എണ്ണമാണ് കാര്യകാരണ ബന്ധം. അതുകൊണ്ട് ഈ വിഷയത്തിൽ പഞ്ചേന്ദ്രിയം ഇല്ലല്ലോ, ജിന്നിനെ പലരും കാണാനും തൊട്ടുവെക്കാനും മണത്തുവെക്കാനും കഴിയില്ല. അപ്പൊ പഞ്ചേന്ദ്രിയത്തിന് അപ്പുറത്താണ്. പിന്നെ വഹിയിലൂടെ അങ്ങനത്തെ സംവിധാനം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. ഇങ്ങനത്തെ വിജനപ്രദേശത്ത് ഒരു മൃഗത്തിനെ പിടിക്കുന്ന വഹിയിലൂടെ കിട്ടിയിട്ടില്ല. കിട്ടിയെന്ന് പറഞ്ഞ ഈ ഹദീസല്ലേ അത് ദഈഫാണല്ലോ.
അതുകൊണ്ട് പിന്നെ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്കന്നാവും. അതുകൊണ്ട് കാര്യകാലബന്ധത്തിന് പുറത്താണ് എന്നാണ് അയാൾ ഇപ്പൊ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അയാൾ കണ്ടെത്തിയ ഒരു പുതിയ ഒരു അസുലാണ് അത്. കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണാണ് എന്ന് ലോകത്തൊരാളും ബുദ്ധിയുള്ള ഒരാളും പറയില്ല. നേരെ മറിച്ച് ഒരു സംഗതിയുടെ കാര്യകാരണ ബന്ധം നമുക്ക് മനസ്സിലാവാനുള്ള വഴിയാണ് ഈ രണ്ടെണ്ണം. നമുക്ക് മനസ്സിലാവാൻ ഈ രണ്ട് വഴിയേ ഉള്ളൂ. ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടോ ഇല്ലേ നമുക്ക് എവിടുന്ന മനസ്സിലാവുക? ഒന്നുകിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടണം. കണ്ടിട്ടോ കേട്ടിട്ടോ സ്പർശിച്ചിട്ടോ സ്മെല്ല് കൊണ്ടോ രുചിച്ചിട്ടോ ഒക്കെ അറിയാൻ കഴിയണം ഒന്നുകിൽ. അല്ലെങ്കിൽ അല്ലാഹു റസൂൽ പറഞ്ഞു തരണം ഇങ്ങനെ സംവിധാനമുണ്ട്. അപ്പൊ ആ സംവിധാനം ഉണ്ടെന്ന് മനസ്സിലാവും. ഈ രണ്ടെണ്ണമാണ് കാര്യകാരണ ബന്ധം എന്നതല്ല. ഈ രണ്ട് നിലക്കാണ് ഒരു കാര്യകാരണ ബന്ധത്തെ കുറിച്ച്, ഒരു സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുക എന്നതാണ് വസ്തുത. ഇപ്പൊ ഏതുപോലെ മനുഷ്യനിൽ രക്തം സഞ്ചരിക്കുന്നിടത്ത് പിശാച് സഞ്ചരിക്കും എന്ന് നമുക്കിപ്പോ അറിയാം. അത് അവന്റെ കാര്യകാരണ ബന്ധമാണ്. ഇത് നമ്മളെങ്ങനെ മനസ്സിലാക്കി? റസൂല് പറഞ്ഞതുകൊണ്ട്. പക്ഷെ റസൂല് പറഞ്ഞത് കൊണ്ടാണോ ഈ പിശാചിനെ സഞ്ചരിക്കുന്നത്? നബി പറഞ്ഞതുകൊണ്ടാണോ സഞ്ചരിക്കുന്നത്? അല്ലല്ലോ. റസൂൽ ഈ ഹദീസ് പറയുന്നതിന് മുമ്പും ഓനാ പണിയെടുക്കുന്നുണ്ട്. റസൂല് വരുന്നതിന് മുമ്പും ഓനാ പണിയെടുക്കുന്നുണ്ട്. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശൈത്വാന് ശപിക്കപ്പെട്ടവരായി ആളുകളെ പഴിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത അല്ലാഹു ഓനെ പറഞ്ഞയച്ച അന്ന് മുതൽ ഇവിടെയുള്ള സിസ്റ്റമാണെന്ത്? രക്തം സഞ്ചരിക്കുന്നിടത്ത് അവൻ സഞ്ചരിക്കുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. നമുക്ക് മനസ്സിലായത് എവിടുന്ന? നബി പറഞ്ഞപ്പോൾ. അതിനർത്ഥം നബി പറഞ്ഞപ്പോഴാണ് കാര്യകാരണം എന്തായതെന്നല്ല. സിസ്റ്റം ഇവിടെ ആദ്യമേ ഉണ്ട്. ആ സിസ്റ്റം ഉണ്ട് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ഈ ഹദീസ് കിട്ടിയപ്പോഴാണ്. എന്നതുപോലെ ഏത് സംഗതിയും നമുക്കറിയാൻ ഈ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ പഞ്ചേന്ദ്രിയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ അല്ലാഹു റസൂൽ പറഞ്ഞു തരണം. അപ്പൊ മനസ്സിലാക്കാൻ സിസ്റ്റം ഉണ്ട്. ഇനി ഈ വിഷയത്തില് യഥാർത്ഥത്തിൽ പഞ്ചേന്ദ്രിയമില്ല, പക്ഷെ വഹ്യ് ഉണ്ടല്ലോ. ജിന്നുകൾ എവിടെയാ ഉണ്ടാവുക? മലക്ക് എവിടെ ഉണ്ടാവുക? എവിടെയുണ്ടാവാം. ഈ ഭൂമിയിലാണല്ലോ ജിന്നുകൾ വസിക്കുന്നത്. മലക്കുകൾ ആകാശ ഭൂമികളിൽ വസിച്ചു കൊണ്ടിരിക്കുന്നു. അവരെവിടെയുണ്ടാവാം. അവർ നമ്മളെ കാണും, വഹിയിലൂടെ കിട്ടി. നമ്മുടെ ശബ്ദം കേൾക്കും, വഹിയിലൂടെ കിട്ടി. ബാങ്ക് കൊടുത്താൽ ശൈത്താൻ ഓടും എന്ന് പറഞ്ഞു. ചിലര് അത് ശൈത്താനല്ലേ, ജിന്നിൽപ്പെട്ട ദുഷിച്ചതാണ് ശൈത്താന്. രണ്ടു സാധനം ഒന്നാണ്. ജിന്നിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. സൂത്തു ജിന്നിൽ അല്ലാഹു തആല വിശദമായി അത് വിശദീകരിച്ചു. ബാങ്ക് കേട്ട അവൻ ഓടുന്നു, ആ ബാങ്ക് അവൻ കേൾക്കുന്നുണ്ട്. അൽബഖറ ഓതിയ അവൻ ഓടുന്നു, അപ്പോൾ അവൻ കേൾക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ കൂടെ കഴിക്കാൻ വരുന്നു, ബിസ്മില്ലാ എന്ന് ചൊല്ലിയാൽ അവൻ പറയും ഇനി നമുക്കിവിടെ ഭക്ഷണം ഇല്ല, അവള് പോവാ. അപ്പൊ ഇതവൻ കേൾക്കുന്നുണ്ട്. ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ അവൻ കയറില്ല എന്ന് പറഞ്ഞു, അതവൻ അറിയുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിശ്ചയിക്കപ്പെട്ട ദുആ നിർവഹിക്കുമ്പോൾ അവൻ മാറി നിൽക്കുമെന്ന് പറഞ്ഞു, അപ്പോൾ അവൻ അറിയുന്നുണ്ട്. അപ്പൊ ഓനെ ബെഡ്റൂമിലുണ്ട്, ബാത്റൂമിലുണ്ട്, മുറ്റത്തുണ്ട്, പറമ്പിലുണ്ട്, പാടത്തുണ്ട്, എല്ലായിടത്തുണ്ട് എന്ന് കിട്ടിയല്ലോ. അതാണ് വഹ്യ്. പിന്നെ ഇന്നൊരു സ്ഥലത്ത് ഉണ്ടാകൂലെങ്കിൽ അത് പ്രത്യേകം പറയണം. ഇന്ന സ്ഥലത്ത് ഉണ്ടാകൂല. വിജനപ്രദേശത്തുണ്ടെന്ന് എവിടെ കിട്ടി? ഈ പറഞ്ഞിന്ന് എല്ലായിടത്തുണ്ടെന്ന് കിട്ടി. ഇനി വിജനപ്രദേശത്തുണ്ടെന്ന് ഹദീസിലുണ്ട്. ഒരു വിജനപ്രദേശത്ത് ഒറ്റക്കാണെങ്കിലും ശരി, നബി തങ്ങൾ പറഞ്ഞു നിസ്കാര സമയമായ ഉറക്കെ ബാങ്ക് വിളിക്കുക, അവിടെ ശൈത്താൻ മലക്കത് ഒഴിഞ്ഞു പോകും. അപ്പൊ അവിടെ സാധനം അവിടെ ഉണ്ട്. അവർക്ക് പല കഴിവുകളുമുണ്ട്, അതും വഹിയിലൂടെ കിട്ടി. അവര് കാഴ്ച, അവരെ കേൾവി, അവരുടെ സഞ്ചാരം, അവരുടെ ശക്തി എല്ലാം അല്ലാഹുവും റസൂലും വിശദീകരിച്ചു തന്നിട്ട് നമുക്ക് എല്ലാ വശങ്ങളും ഇല്ലെങ്കിലും പ്രമാണങ്ങൾ നമുക്കത് കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽ തന്നെയാണ്, അതിന് പുറത്തല്ല. അല്ലെങ്കിൽ പിന്നെ ആ സിസ്റ്റം ഒക്കെ അവർക്ക് അഭൗതികമായ കഴിവാണെന്ന് പറയണം. അപ്പൊ നമ്മൾ ഇത്രയും കാലം പറഞ്ഞ് പൊളിയും ചെയ്യും. നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ച എന്താ? അഭൗതികമായ കഴിവുകൾ അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. കുഞ്ഞീദ് മദനിയുടെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിന്റെ 12ാമത്തെ പേജിൽ മൗലവി എഴുതി, അഭൗതിക മാർഗത്തിൽ ഗുണം ചെയ്യാനും ദോഷം വരുത്താനുമുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല, ആർക്കും കഴിവില്ല. അത് തന്നെ തൗഹീദ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന പുസ്തകത്തിന് മൗലവി എഴുതി. അവിടെ സൃഷ്ടികളിൽ ആർക്കും കഴിവില്ല എന്നാ, ഇവിടെ പടപ്പിൽ ആർക്കും കഴിവില്ല എന്നാണ്. അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ ഈ സിസ്റ്റം ഇവിടെയുണ്ട്. പിന്നെ ഓലവിടെ മൃഗത്തെ പിടിക്കോ ഇല്ലേ, അല്ലാഹു അഅലം.
ഓനെ പിടിക്കാൻ പറഞ്ഞേക്കണോ അതുമില്ല. ഉണ്ടെങ്കിൽ എത്രയേ ഉള്ളൂ, എന്ന് പറഞ്ഞോളൂ എന്ന് റിപ്പോർട്ടിന് വന്നു. അള്ളാന്റെ അടിമകളെ പിടിച്ചു വെക്കൂ. ഹാജരായ അടിമണ്ട്, അതേപോലെ കാണാത്ത അടിമയുണ്ട്. അത് ഈ ഹദീസ് ദഈഫല്ലേ? ഈ ഹദീസിൽ നിന്നല്ലല്ലോ അടിമ ഉണ്ട് കിട്ടുന്നത്. ഈ അടിമകൾ ജിന്നു മലക്കുകളുമായ അടിമകൾ എവിടെയും ഉണ്ടാകാം. അത് ഖുർആൻ കൊണ്ട് ഹദീസിലും കിട്ടിയതാണ്. നമ്മൾ ഓരെ കാണൂല, ഖുർആനും ഹദീസിലും കിട്ടിയതാണ്. അവർ ഹാജരാകും, ഖുർആനും ഹദീസിലും കിട്ടിയതാണ്. പക്ഷെ ഈ പദം പറയാൻ പറ്റോ? അത് ഈ ഹദീസിനെ വന്നിട്ടുള്ളൂ, അത് സ്വഹീഹല്ല, അത് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ആ സിസ്റ്റം നിലവിലുണ്ട്. ആ സിസ്റ്റം ഉണ്ട് എന്നുള്ളത് വഹയ് കൊണ്ട് കിട്ടിയതുമാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയം കൊണ്ടോ വഹയ് കൊണ്ടോ കിട്ടാത്തതൊക്കെ കാര്യകാരണത്തിൽ പുറത്ത് എന്നല്ല, നേരെ മറിച്ച് അങ്ങനെ സിസ്റ്റം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനുള്ള സംവിധാനമാണ് വഹയും പഞ്ചേന്ദ്രിയവും. ഈ രണ്ടുകൊണ്ടും വിവരം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ലോകത്ത് നമുക്ക് ഒരു വിവരം കിട്ടാത്ത കുറെ സൃഷ്ടികളുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, അള്ളാഹു റസൂലും പറഞ്ഞിട്ടില്ല, ഈ കാലം വരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് പഠിപ്പുകൾ ഉണ്ടാകാലോ. ആ പഠിപ്പൊക്കെ കാര്യകാരണത്തിന് അപ്പുറത്താ അല്ലല്ലോ. അവർക്ക് അവരുടേതായ കാര്യകാരണം എന്തുണ്ട്, അവർക്ക് അവരുടേതായ സിസ്റ്റം ഉണ്ട്, അവരുടേതായ പ്രകൃതമുണ്ട്. നമുക്കതിനെ പറ്റി അറിയില്ല. കാരണം അറിയാൻ ഒന്നുകിൽ പഞ്ചേന്ദ്രിയം അല്ലെങ്കിൽ വഹി, ഈ രണ്ട് വഴിയേ ഉള്ളൂ. ആ രണ്ട് വഴിയുടെ കിട്ടാത്തത് കൊണ്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ ഗവേഷണമൊക്കെ പുരോഗമിക്കുമ്പോ ചിലപ്പോ പുതിയ വല്ല വടപ്പളി എവിടെ കണ്ടുപിടിക്കോ അറിയില്ല. ഇപ്പൊ ചൊവ്വയിൽ വെള്ളം ഉണ്ടോ ഇല്ലേ, ഇപ്പൊ അടുത്ത കാലത്ത് ചർച്ച വന്നത് തന്നെ. എന്ന പോലെ ഒരു പക്ഷേ ഇനിയും പുതിയ പുതിയ ജീവികളെ കണ്ടുപിടിക്കപ്പെട്ടുകൂടായില്ല. കണ്ടുപിടിക്കപ്പെട്ട അപ്പൊ മനസ്സിലാവും, ഇല്ലെങ്കിൽ മനസ്സിലാവൂല. മനസ്സിലാകാത്തോണ്ട് അതൊക്കെ കാര്യകാരണ പുറത്താണെന്നല്ല, അതെല്ലാം അതിന് നിശ്ചയിക്കപ്പെട്ട കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവക്ക് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥ പ്രകാരം അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാൻ ഈ രണ്ട് വഴിയേ ഉള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. സൂറത്തു ഷൂറായിലെ 193-ാമത്തെ ആയത്തില് അതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് മലക്കുകൾ അഭൗതിക കഴിവുള്ളവയാണ്. സൂറത്തു ഷുഅറാഇന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി ജിന്നുകളെ കുറിച്ച് മലക്കുകളെ കുറിച്ചും അഭൗതിക ജീവികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ എന്റെ വിശാവതത്തിൽ തന്നെ പറഞ്ഞു, അഭൗതികം എന്ന പദം മലയാള ഭാഷയിൽ പല അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാവുന്ന പദമാണ്. അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പറയാറുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എന്ന അർത്ഥത്തിലും അഭൗതികം എന്ന് പറയാറുണ്ട്. അമാനി മൗലവി സൂറത്ത് ഷുഅറായിലെ ആയത്ത് വിശദീകരിച്ചപ്പോൾ പിശാചുക്കളുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് പറയുന്ന വചനം വിശദീകരിക്കുമ്പോൾ അവിടെ പിശാചുകളെ പറ്റി പറയുന്നിടത്ത് അഭൗതിക ജീവികൾ എന്ന പ്രയോഗമുണ്ട്. അതിന് അമാനി മൗലവി അർത്ഥമാക്കുന്നത് അദൃശ്യം എന്ന അർത്ഥത്തിലാണ്, നമ്മൾ കാണാത്തത്. അതേ അമാനി മൗലവി എത്രയോ സ്ഥലങ്ങളിൽ ഭൗമജീവികൾ, ഭൂമിയിൽ ജീവിക്കുന്നവർ എന്നെല്ലാം പ്രയോഗിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും വിശദമായി തന്നെ അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇസ്ലാമിക ജീവിതത്തിൽ അവസാനത്തെ അധ്യായം വിവിധ വിഷയങ്ങൾ എന്ന ഭാഗമാണല്ലോ. ആ ഒരു അധ്യായത്തില് പിശാചുണ്ടാക്കുന്ന ഒരുപാട് പണികൾ, പിശാചിന്റെ പല പ്രവർത്തനങ്ങൾ, അതെല്ലാം അദ്ദേഹം വിശദീകരിച്ചു. ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കാം. കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം. കണ്ടതും കേട്ടതുമൊക്കെ കണ്ണേറിന്റെ ഫലമാണെന്ന് ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറയുന്നവരെ വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ കണ്ണേർ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ നാം കണ്ടു കഴിഞ്ഞു. അതിനാൽ ഹദീസിൽ വിശ്വസിക്കുന്നവർക്കാർക്കും തന്നെ അങ്ങനെ ഒന്ന് ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഇബ്നു ഖയ്യിമിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഇക്കാര്യം കൂടുതൽ മനസ്സിലാക്കാം. നാം മുമ്പ് ഉദ്ധരിച്ച അബൂ സഈദ് ഖുദരി ഹദീസും മറ്റും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം പറയുന്നു, ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേർ നിഷേധിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമല്ല, വെറും ഊഹാപോഹമാണെന്നാണ് അവർ പറയുന്നത്. ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെ കട്ടിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണ് അവർ. മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവയുടെ ഗുണങ്ങളെയോ പ്രവർത്തനങ്ങളെയോ പ്രതിഫലങ്ങളെയോ സംബന്ധിച്ചോ വിദൂരജ്ഞാനമേ അവർക്കുള്ളൂ. അത് അദ്ദേഹം ആമുഖം പറഞ്ഞു വെച്ചു. അവ കണ്ണീർ ഇല്ലാതെ പല ആരാണ്? ഒന്ന് വിഡ്ഢികളാണ്, തൊലിക്കട്ടി വല്ലോണുള്ളവരാണ്,
അതേപോലെ ബുദ്ധിയും അനുഭവജ്ഞാനവും അറിവും കുറഞ്ഞ മൂഢന്മാരാണ്, ഓല് മാത്രമേ ഇല്ല എന്ന് പറയുള്ളൂ. എന്നിട്ട് എങ്ങനെയാണ് കണ്ണേറ്, അതേപോലെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അവിടെയെല്ലാം അദ്ദേഹം പറയുന്ന ചില സംഗതികൾ, ഒന്ന് ജ്യോത്സ്യന്മാരുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ മൗലവി പറഞ്ഞു, നബിയോട് ചിലർ ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അവർ ഒന്നുമല്ല. അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ചില അവസരങ്ങളിൽ അവർ ചിലതൊക്കെ പറയുന്നത് ശരിയാകുന്നുണ്ടല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരിയാകുന്ന ആ വാക്ക് ജിന്ന് കവർന്നെടുത്ത് അതിന്റെ ബന്ധുവിന്റെ ചെവിയിൽ കോഴി കുറുകുന്ന പോലെ കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നതാണ്. 100-ലധികം കള്ളം അതിൽ കൂട്ടിച്ചേർത്തിട്ടുമുണ്ടാകും. ബുഖാരി മുസ്ലിം. ഇതിന് മൗലവി പറയാ, അയാൾ പറയുന്ന പലതും ഒത്തുകാണുന്നല്ലോ എന്ന ന്യായീകരണത്തിൽ പ്രശ്നക്കാരെയും ഗണിതക്കാരെയും മിനുക്കി കാണിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കും, പ്രശ്നം നോക്കാൻ പാടില്ലെങ്കിൽ എങ്ങനെയാണ് പ്രശ്നക്കാരും ഗണിതക്കാരും ചില കാണാക്കാര്യങ്ങൾ പറയുന്നതും അത് ഒത്തുവരുന്നതുമെന്ന് സംശയിക്കുന്നവർക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ശ്രദ്ധേയമാകുന്നു. എന്നിട്ട് അത് പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് എന്നും ആ ജിന്നുകളും ശൈത്താന്മാരും ഒക്കെ അവന്റെ ആളുകൾക്ക് അത്തരം ചില വിവരങ്ങൾ കൊടുക്കുമെന്നും പറയുന്നു. ശേഷം ഒരു വിശദീകരിക്കുക 429-ാമത്തെ പേജിൽ, ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അഅറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരം ഉള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മടഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്കറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു അസാംഗത്യവും ഇല്ല തന്നെ. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാംഗത്യമില്ല. ഇതെല്ലാം മൗലവി എഴുതി. അപ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള അഭൗതികമാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ ഈ കിട്ടുന്നതെല്ലാം അഭൗതിക വഴിയിലാണ് എന്ന് പറയേണ്ടി വരും. ഈ പറയപ്പെട്ട ഗുണങ്ങളും അറിയിച്ചു കൊടുക്കലുകളും സഹായങ്ങളും ഈ ദോഷം വരുത്തലും ഇതെല്ലാം അഭൗതിക വഴിയിൽ കിട്ടുമെന്ന് അമാനി മൗലവി സമ്മതിച്ചു എന്ന് പറയേണ്ടി വരും. എന്നാൽ നമ്മളെല്ലാവരും, അമാനി മൗലവി അടക്കം എല്ലാവരും എഴുതിച്ചെന്താ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ. അപ്പൊ ഈ സഹായം ഉണ്ടെന്ന് എഴുതിയതോ, അപ്പൊ മൗലവി ഉദ്ദേശിച്ച അഭൗതികം എന്നത് ഈ പറഞ്ഞർത്ഥത്തിലല്ല, അദൃശ്യമെന്ന, നമുക്ക് കാണാൻ കഴിയാത്തതെന്ന, അജ്ഞാതമായത് എന്ന അർത്ഥത്തിലാണ് മൗലവി പറഞ്ഞത്. എന്നിട്ട് പറയാം, മറഞ്ഞ കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ വിശ്വാസത്തോട് പിശാച് മുഖേന അവന്റെ സേവകർക്ക് ലഭിക്കുന്ന അറിവിനെ കുറിച്ചുള്ള ഈ ധാരണ എതിരാകുന്നില്ല. മറഞ്ഞ കാര്യം അല്ലാഹ്ക്ക് അറിയൂ എന്നാണല്ലോ, ശൈത്താൻ അറിയുന്നു പറഞ്ഞല്ലോ. ഇത് രണ്ടും എതിരല്ല. പിശാചിനെ തന്നെ നിഷേധിക്കുന്ന ചിലർ അങ്ങനെയും ബാധിച്ചേക്കാം. മടഞ്ഞ കാര്യം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഏത് കാര്യവും കാലദേശമോ ഏത് തരത്തിലുമുള്ള വകഭേദമോ ഇല്ലാതെ ശരിക്കും കൃത്യമായും അണു അളവ് പിഴക്കാതെയും ദൃഢമായി അറിയുക അള്ളാഹു മാത്രമാണ് എന്നാണ്. വല്ലതും അവൻ അറിയിച്ചു കൊടുത്താൽ അത് സൃഷ്ടികൾക്കും അറിയും. മാത്രമല്ല പൈശാചികമായി ലഭിക്കുന്ന അനുമാനങ്ങളിൽ പലതും നുണയായിരിക്കും, പലതും ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചുണ്ടാക്കിയതായിരിക്കുകയും ചെയ്യും. ചിലതൊക്കെ ശരിയുമാകും. അപ്പൊ അവരിൽ നിന്ന് ചില അറിവ് കിട്ടുന്നുണ്ട്, ചിലത് ശരിയാവാറുണ്ട്. അവർ ജ്യോത്സ്യന്മാരെ സഹായിക്കുന്നുണ്ട്, പിശാച് പൂജകന്മാരെ സഹായിക്കുന്നുണ്ട്. ഇതൊന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമല്ല, മടഞ്ഞ വഴിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുമെന്നതിന് അപ്പുറമല്ല. എങ്കിൽ അഭൗതിക ജീവി എന്ന് മൗലവി ഉപയോഗിച്ചത് ഈ പറഞ്ഞ വിശദീകരണത്തോട് കൂടി കൂട്ടി വായിക്കുമ്പോൾ അദൃശ്യമായ, നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ജീവിവർഗം എന്ന അർത്ഥത്തിലാണ് മൗലവി പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് പറയണം എന്നാണ് പറയണത്. പേരാർക്കും അറിയാം, ബാവുട്ടിയെ അറിയുള്ളൂ. ഈ രീതിയിൽ ഫൈസൽ മുസ്ലിയാരെ അഭിമുഖീകരിക്കാൻ വന്നതിൽ ഖേദമുണ്ട്. എന്തായാലും സത്യം അസത്യം ജനങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചോദ്യം വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതല്ല ഉദ്ദേശം വന്നതിന് പറയണം. അതായത് ഇവിടെ വിഷയാവതരണം കേട്ടാൽ കരുതും അള്ളാഹു അല്ലാത്ത ശക്തികളോട് സഹായം തേടുന്നവർ അവരുടെ
സംഘടന ഏതാണ് എന്ന് നോക്കിയിട്ടേ സിർക്കാവുള്ളൂ, അല്ലാത്ത സിർക്കാവില്ല എന്ന് പറയാം. സമസ്തക്കാരാണെങ്കിൽ അത് സിർക്കാണ്, അവർ ചോദിക്കുന്ന ചോദ്യം സിർക്കാണ്. അത് മറ്റുള്ള മുജാഹിദ് ചോദിക്കുകയാണെങ്കിൽ അത് അബൗദികമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലേക്കാണ് വിശദീകരണം. തെറ്റിദ്ധരിച്ചത് എന്താ അറിയില്ല എന്താണെങ്കിൽ. പിന്നെ ചോദ്യം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൗഖൂഫായ ഹദീസിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മലക്കുകളോടോ അല്ലെങ്കിൽ ജിന്നുകളോടോ ഒരു ഭൗതിക സഹായം ചോദിച്ചാൽ അത് ഹറാമാണ് അല്ലെങ്കിൽ വസിയത്ത് സിർക്കാണ് എന്ന് താങ്കളും താങ്കളെ കൂടെയുള്ളവരും പറയുന്നു. അപ്പൊ ഇബ്നു അബ്ബാസിന്റെ ഉപദേശം കേട്ട ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഹറാമിന്റെ രീതിയിലേക്ക് പോകുന്നത് എന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അവിടെ ചെറിയ വിശദീകരണം ആ ചോദ്യത്തിന് ആവശ്യമുണ്ട്. ഇബ്നു അബ്ബാസ് രണ്ട് കാര്യം പറഞ്ഞത്, ഒന്ന് സമസ്തക്കാർ ചെയ്ത ശിർക്ക് നമ്മൾ ചെയ്ത ശിർക്കല്ല, അബൗദികല്ല എന്ന് പറയുന്നതാണ്. അത് ശരിയല്ല. ശിർക്ക് ആര് ചെയ്താലും ശിർക്ക് തന്നെ. ഞാൻ വിശദീകരണത്തിലും പറഞ്ഞു, എത്ര വലിയവർ, ഇമാം അഹ്മദ് ആണെങ്കിലും ഇബ്നു അബ്ബാസ് ആണെങ്കിലും ആരാണെങ്കിലും ശിർക്ക് ആര് ചെയ്താലും ശിർക്ക് തന്നെ, സംശയമില്ല. പക്ഷെ ചെയ്യാത്ത ശിർക്ക് അവരെ പേര് കെട്ടിവെക്കേണ്ടതില്ല എന്നതാണ് നമ്മൾ പറയുന്നത്. കാരണം റസൂലിനോട് അല്ലാഹു പറഞ്ഞു, ലൈൻ അസ്തഗ്ഫറ യഹ്ബത്തുന്ന അമലുക, താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. പിന്നെ എന്തേ സമസ്തക്കാർ ഈ വിഷയത്തിൽ കടന്നു വന്നത്? സമസ്തക്കാരുടെ വിശ്വാസം അഭൗതികമായി പലരും സഹായിക്കും എന്നാണ്. കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറം സഹായിക്കാൻ അമ്പിയാക്കൾക്ക് കഴിയും, ഔലിയാക്കൾക്ക് കഴിയും എന്നാണ് സമസ്തക്കാരുടെ വിശ്വാസം. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ വരുന്ന ചോദ്യങ്ങൾ ദുആയുമാണ്, പ്രാർത്ഥനയുമാണ്, ശിർക്കുമാണ്. എന്നാൽ നമ്മൾ ഈ സമുദായത്തെ പഠിപ്പിച്ചത് അഭൗതികമായി സഹായിക്കാനും ദോഷം വരുത്താനും റബ്ബിന് മാത്രമേ കഴിയൂ എന്നാണ്. അവിടെ തന്നെ നമ്മളും പോലും വ്യത്യാസമുണ്ട്. അത് മെമ്പർഷിപ്പ് നോക്കിയിട്ടല്ല. അപ്പൊ ഈ മുജാഹിദീകൾ മെമ്പർഷിപ്പ് എത്ര ഉണ്ടാവും വെച്ചാൽ കുറച്ചേ ഉണ്ടാവും. അതേസമയം വിശ്വാസത്തിന്റെ സ്ഥാനത്തിൽ കാര്യങ്ങൾ മാറും. സമസ്തക്കാരുടെ വിശ്വാസം അഭൗതികമായി പലരും സഹായിക്കും, അഭൗതികമായി അമ്പിയാക്കൾ സഹായിക്കും, ഔലിയാക്കൾ സഹായിക്കും എന്നാണ് സമസ്തക്കാരുടെ വിശ്വാസം. ആ വിശ്വാസം തന്നെ ശിർക്ക്. ആ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യം പ്രാർത്ഥന. എന്നാൽ നമ്മുടെ വിശ്വാസം അഭൗതികമായി അല്ലാഹ് മാത്രമേ സഹായിക്കൂ, ഒരാൾക്കും സഹായിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഇവരെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട വിളി, ഇബ്നു അബ്ബാസ് മുതലുള്ള ഈ പറയപ്പെട്ട വിളി, ആ വിളി അഭൗതികമല്ലേ? അതുകൊണ്ട് ഒന്നുകിൽ അവരൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് തെളിവാണ് നിങ്ങൾ സമ്മതിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്ത് ശിർക്കല്ല എന്ന് സമർത്ഥിക്കുക, തെളിയിക്കുക. അവിടെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അവരാരും ശിർക്ക് ചെയ്തിട്ടില്ല. ഇനി ഇബ്നു അബ്ബാസ് ആവട്ടെ, ഇമാം അഹ്മദ് ആകട്ടെ, അവരാരും ജിന്നെ സഹായിക്കണേ എന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ മൗഖൂഫ് ഹദീസും ഇല്ല. ജിന്നെ സഹായിക്കണേ എന്നോ മലക്കെ സഹായിക്കണേ എന്നോ ഇമാം അഹ്മദ് വിളിച്ചിട്ടില്ല, ഇബ്നു അബ്ബാസും വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല വിളിക്കാന്. പിന്നെ എന്താ ഉള്ളത്? ഹദീസിൽ വന്ന ആ പദപ്രയോഗം ഇബ്നു അബ്ബാസിന്റെ വാചകമായി നമുക്ക് ഉദ്ധരിച്ചു കിട്ടി. അവിടെ പറഞ്ഞെന്താ? അള്ളാഹുവിന്റെ ചില മലക്കുകൾ അവര് മരത്തിന്റെ ഇല വീണാൽ പോലും എഴുതി വെക്കുന്നു, അത്തരം മലക്കുകൾ ഉണ്ട്. അതിനാൽ നിങ്ങൾക്കൊരാൾക്ക് വഴിതെറ്റുകയോ ഒരു ആവശ്യം നേടുകയോ ചെയ്താൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുവീൻ, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കുവീൻ എന്ന് പറയുവീൻ എന്നാണ്. ഇത് ഹദീസിൽ പരാമർശിക്കപ്പെട്ട പദപ്രയോഗമാണ്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞുവെന്ന അർത്ഥത്തിൽ സ്വഹിയായി കിട്ടിയില്ല. ഇനി എന്തുകൊണ്ട് ഹറാമ് വരുന്നു? എന്തുകൊണ്ട് വസീല വരുന്നു? എവിടെയാണത് വരുന്നത്? ഒന്ന്, ഹദീസിൽ വന്ന പദപ്രയോഗത്തിൽ അവിടെ ജിന്നെ എന്ന് വിളിക്കാനല്ല പഠിപ്പിച്ചത്, മലക്കെ എന്ന് വിളിക്കാനും പഠിപ്പിച്ചിട്ടില്ല. പറയേണ്ട വാചകമടക്കം പ്രത്യേകം പഠിപ്പിച്ചു. യാ ഇബാദല്ലാഹ് അഈനൂനി എന്നോ, യാ ഇബാദല്ലാഹ് അഗീസൂനി എന്നോ, യാ ഇബാദല്ലാഹ് ഇഹ്ബിസു എന്നോ പറയാനാണ് പഠിപ്പിച്ചത്. ആ മൂന്നും നബിയിൽ നിന്ന് സ്വഹിയായി കിട്ടിയിട്ടുമില്ല. അപ്പൊ സ്വഹീഹാണ് എന്ന് ധരിച്ചവർ ആ പദം പറഞ്ഞു എന്നേ വരുന്നുള്ളൂ. ഈ പദം ഇമാം നബി പറഞ്ഞതാണ്, ഞാൻ ഈ പദം പറഞ്ഞുകൊണ്ടിരുന്നു, അതല്ലാത്ത മറ്റൊരു കാരണവുമില്ലാതെ ശരിയായ വഴിക്ക് എത്തിപ്പെട്ടു. ഇമാം അഹ്മദിൽ നിന്നും മകൻ നമുക്ക് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. വാപ്പ യാ ഇബാദല്ലാഹ് ദുല്ലുനി ത്വരീഖി എന്നോ അല്ലെങ്കിൽ സമാനമായ പദമോ വാപ്പ പറഞ്ഞു. അങ്ങനെ വാപ്പ ശരിയായ വഴിയിലേക്ക് എത്തി എന്നാണ്.
അപ്പൊ അത് ചെയ്തവർ ഹദീസിൽ വന്ന ഒരു അധ്യാപനം എന്ന അർത്ഥത്തിലാണ് ചെയ്തത്. അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഹദീസ് സ്വഹീഹാണ് എന്ന് അവരുടെ പഠനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെ ബോധ്യപ്പെട്ട ഒരാൾക്ക് ഹദീസിൽ വന്ന ആ പദം പറയാം, അതിനപ്പുറത്തേക്ക് പറയാൻ വകുപ്പില്ല. അത് ബേസ് ചെയ്തിട്ട് ജിന്നെ സഹായിക്കണേ എന്ന് പറയാൻ പറ്റൂല എന്നർത്ഥം. ഹദീസ് സ്വഹീഹാണ് എന്ന് ഒരാൾക്ക് ബോധ്യമാകുന്നുവെങ്കിൽ അയാൾക്ക് ഏറി വന്നാൽ ചെയ്യാവുന്ന അത്രയുള്ളൂ ആ പദം പറയാം. അത് ജംഇയ്യത്തുൽ ഉലമയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധത്തിലും പറഞ്ഞു, സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ ഹദീസിൽ വന്ന പദങ്ങളിലും ഹദീസിൽ വന്ന സാഹചര്യങ്ങളിലും ഒതുങ്ങി നിൽക്കേണ്ടതാണ്. അതാണ് അവിടെയുള്ള ഉപദേശം. അതിൽ വസിയത്ത് ശിർക്ക് വരുന്നില്ല ആ പദത്തിൽ. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഹറാമ് വരുന്നു. എന്തുകൊണ്ട്? നമ്മെ സംബന്ധിച്ച് അത്തരമൊരു ചെയ്തി ചെയ്യണമെങ്കിൽ നബിയിൽ നിന്ന് അതിന് മാതൃക വേണം. അത് നമുക്കില്ല. ഇബ്നു അബ്ബാസിന്റെ വാചകം കിട്ടിയെന്നത് കൊണ്ടൊരിക്കലും നമുക്കൊരു ഇബാദത്തായി വരുന്ന മതപരമായ മാനമുള്ള ഒരു സംഗതി ചെയ്യാവതല്ല. ഇവിടെ പ്രത്യേകമായ സ്ഥലവും സന്ദർഭവും സാഹചര്യവും പറയേണ്ട വചന